ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഇന്നത്തെ വീഡിയോയിൽ എന്താണ് അസുഖം, എന്തുകൊണ്ടാണ് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിനെ അല്ലെങ്കിൽ മനസ്സിനെ ബാധിക്കുന്നത്? സുഖം ഇല്ലാത്ത ഒരു അവസ്ഥ, ശരീരം ഫോഴ്സ്ഫുള്ളി പുറത്തേക്ക് തള്ളുന്ന, ശരീരത്തിന് ആവശ്യമല്ലാത്ത കുറച്ച് ഘടകങ്ങൾ ഫോഴ്സ്ഫുള്ളി ശരീരം പുറത്തേക്ക് തള്ളുന്ന ഒരു അവസ്ഥയാണ് ചുരുക്കത്തിൽ പറഞ്ഞ അസുഖം. ഇത് തന്നെ പല ടൈപ്പിലുണ്ട്. ശാസ്ത്രീയപരമായിട്ട് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ 5 തരം എലിമിനേഷൻസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ശരീരം എലിമിനേറ്റ് ചെയ്യുന്ന, ശരീരത്തിന് ആവശ്യമല്ലാത്ത കുറച്ച് ഘടകങ്ങൾ ശരീരത്തിന് പുറത്തേക്ക് തള്ളുന്ന എലിമിനേഷൻ പ്രോസസ് ആണ് അസുഖം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശാസ്ത്രീയപരമായി പറയുകയാണെങ്കിൽ നമ്മളെ എലിമിനേഷൻ നമുക്ക് ക്ലാസിഫൈ ചെയ്തല്ലേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. പ്രോട്ടീൻ എലിമിനേഷൻ, ക്യുമുലേറ്റീവ് എലിമിനേഷൻ, ടോക്സിക് എലിമിനേഷൻ, കെമിക്കൽ എലിമിനേഷൻ, ഡീജനറേറ്റീവ് എലിമിനേഷൻ. സാധാരണഗതിയിൽ റോട്ടീൻ എലിമിനേഷൻ, റോട്ടീൻ മോർബിഡ് എലിമിനേഷൻ. മോർബിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത എന്ത് ഘടകമാണ് ടോക്സിക് ആയിട്ടുള്ള, അതായത് ശരീരത്തിന് ആവശ്യമില്ലാത്ത എല്ലാ ഘടകത്തിനും നമുക്ക് മോർബിഡ്സ് എന്ന് വേണമെങ്കിൽ ശാസ്ത്രീയപരമായി പറയാം. അപ്പോൾ റോട്ടീൻ മോർബിഡ് എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന എല്ലാ ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു. ശ്വാസം വിടുന്നത് ആവശ്യമില്ലാത്ത ഘടകമായതുകൊണ്ട് വിടുന്ന ശ്വാസം സ്വാഭാവികമായിട്ട് നടക്കുന്നു. അതുപോലെ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നത്, സ്റ്റൂള് പാസ് ചെയ്യുന്നത് പതിവായി നടക്കുന്ന, കൃത്യമായി നടക്കുന്ന എലിമിനേഷൻ. അപ്പൊ ഈ റോട്ടീൻ എലിമിനേഷൻ തടസ്സം വരുന്ന രീതിയിൽ നമ്മൾ സാധാരണഗതിയിലുള്ള ജീവിതമല്ല, ഉറക്കക്കുറവ്, അതുപോലെ ആവശ്യമില്ലാത്ത ഭക്ഷണം കഴിക്കുന്ന, ഇതുപോലുള്ള നമ്മൾ ഈ റോട്ടീൻ ആയിട്ടുള്ള സംഗതികൾ എതിരെ വരുമ്പോൾ അക്യുമുലേറ്റ് ചെയ്യും. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അധികം കഴിക്കുന്ന സമയത്ത് ശരീരം ഫോഴ്സ്ഫുള്ളി ഇതിനെ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഫങ്ഷണൽ എനർജി സ്റ്റോപ്പ് ആക്കിയിട്ട് ഇതിന്റെ മെയിൻ്റനൻസ് എനർജി എന്ന് പറഞ്ഞ എനർജി ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അത് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള എനർജി ഫങ്ഷണൽ, നമ്മൾ നടക്കുക, ഓടുക, ചാടുക, ജോലി എടുക്കുക, ഈ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള എനർജി കൂടി സ്ലോ ആക്കി ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ എനർജി ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ, അതായത് അതിന് റെസ്റ്റ് കൊടുക്കുന്ന, ബോഡി ഫോഴ്സ്ഫുള്ളി റെസ്റ്റ് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും അസുഖം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? അസുഖം വരുന്ന സമയത്ത് റെസ്റ്റ് എടുക്കൂല, എതിരെ വരുന്ന കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ ഈ അക്യുമുലേറ്റഡ് മോർബിഡ് എലിമിനേഷൻ അവിടെ സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പ് ആകുന്ന സമയത്ത് നമ്മൾ തൽക്കാലം ഈ ബോഡി എന്ത് ചെയ്യും? അടുത്ത എലിമിനേഷൻ പ്രോസസ്സിലേക്ക് മാറ്റി വെക്കും. അതായത് ടോക്സിക് എലിമിനേഷൻ എന്ന് പറയും. ആ ഒരു എലിമിനേഷൻ പ്രോസസ്സിലേക്ക് ബോഡി മാറ്റി വെച്ച് തൽക്കാലം എല്ലാ എനർജി ആക്ടിവേറ്റ് ആയി പോകും. അതായത് അസുഖത്തിന്റെ തീവ്രത. ടോക്സിക് മോർബിഡ് എലിമിനേഷനും നടക്കാതിരിക്കുന്ന സമയത്ത് ഇതിനെ കെമിക്കൽ ആക്കി മാറ്റി ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ച് ശരീരത്തിന് വരുന്ന മുഴ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ശരീരം മാറ്റി ചൂലോടെ കടിച്ചു വാരുന്ന പോലെ തന്നെ ഒരു സ്ഥലത്ത് ഒരു സൈഡിലാണ് മാറ്റി വെക്കും. ഏതെങ്കിലും ഒരു സമയത്ത് ചിലപ്പോൾ ശരീരം പുറത്താക്കാൻ ശ്രമിക്കും. ആ പുറത്താക്കാൻ ശ്രമിക്കുന്ന ഒരു എലിമിനേഷൻ, വേണമെങ്കിൽ ക്യാൻസർ എന്ന കാര്യങ്ങളൊക്കെ പറയാം, ആ ഒരു അസുഖമാണ് കെമിക്കൽ മോർബിഡ് എലിമിനേഷൻ എന്ന് പറയുന്നത്. അത് ഈ ഒരു സംഗതി ഒന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് അവസാന ഘട്ടത്തിലെ ജീവൻ അപകടം വരുന്ന രീതിയിൽ ആ ഒരു സ്റ്റേജിലാണ് ഡീജനറേറ്റീവ് എലിമിനേഷൻ. ഇതാണ് ശരിക്കും നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞ അസുഖം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് ഇത് റോട്ടീൻ എലിമിനേഷന് നടക്കാൻ വേണ്ടിയിട്ട് ദൈനംദിന ജീവിതം വളരെ കൃത്യമായി കൂടുതൽ ആഹാരമോ കൂടുതൽ കാര്യങ്ങളോ ഒന്നും കഴിക്കാതെ നമ്മൾ ചെറിയ അസുഖം വരുമ്പോൾ റെസ്റ്റ് എടുത്ത് കൃത്യമായി ചികിത്സ സ്വീകരിക്കുക. 3 or 4 ഘട്ടത്തിലേക്ക് പോകാതെ തന്നെ നല്ലൊരു ആരോഗ്യവാനായി കൂടുതൽ കാലം നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തിലെ ടോക്സിക് നമ്മൾ കൃത്യമായിട്ട് എടുത്തു കളയുന്ന ഒരു അവസ്ഥ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ശരീരത്തിന്റെ എനർജി ഡിസ്ട്രിബ്യൂഷന് തടസ്സം വരുമ്പോഴാണ് സുഖകരമല്ലാത്ത ഒരു അവസ്ഥ വരുന്നത്. ഈ എനർജി ഡിസ്ട്രിബ്യൂഷന് തടസ്സം വരുന്ന രീതിയിലുള്ള നമ്മുടെ ജീവിത രീതിയോ നമ്മുടെ ശരീരത്തിന്റെ മൊത്തം ഏരിയയിൽ കൃത്യമായി എനർജി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ ഒരു പ്രോസസ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അതായത് ശരീരത്തിന്റെ എനർജി ലെവലിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഏത് തരം എലിമിനേഷൻ പ്രോസസ്സാണോ ശരീരമുള്ളത് എങ്കിലും കൂടുതൽ വിഷമകരം ഇല്ലാതെയുമായിട്ടുള്ള എനർജിയെ അതായത് കൃത്യമായി അതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണോ എടുക്കേണ്ടത് ആ ഫംഗ്ഷനിൽ വരുന്ന ഒരു രീതിയാണ്. അതായത് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ ഇത് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ ആയാസകരമായിട്ട് ഇൻസൈഡ്, അതായത് ബോഡിയുടെ ഉള്ളിലുള്ള എല്ലാ എനർജിയും കൃത്യമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ അവയവവും വളരെ കൃത്യമായി വർക്ക് ചെയ്യും. വളരെ കൃത്യമായി വർക്ക് ചെയ്യുന്ന സമയത്ത് ശരീരം വളരെ ആയാസകരമായിട്ട് പ്രവർത്തിക്കും. റോട്ടീൻ മോർബിഡ് എലിമിനേഷൻ എന്ന പ്രോസസ്സിലേക്ക് സംഗതി മാറും. ഈ ഒരു എനർജി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ട്രീറ്റ്മെന്റിലൂടെ കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് രീതിയിലേക്ക് വളരെ ആയാസകരമായിട്ട് നീങ്ങും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ശരീരത്തിന്റെ സെൽഫ് ഹീലിംഗ് കേപ്പബിലിറ്റി, അതായത് ശരീരത്തിന് സ്വന്തം തന്നെ നമ്മളെ ഹീൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി, ആ ഒരു കേപ്പബിലിറ്റിയാണ് നമ്മൾ കൂടുതൽ വർദ്ധിപ്പിച്ചെടുക്കുന്നത്. ഈ അസുഖം എന്താണെന്ന് ചുരുക്കത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അടുത്ത ഇതുപോലുള്ള വീഡിയോയിൽ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.